അമ്മു 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 എഴുന്നേറ്റേ എഴുതേ അമ്മു എഴുന്നേക്ക്. Good morning, welcome to Day in My Life. അപ്പം ഞാൻ ഫ്രഷ് ഒക്കെ ആയി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് എന്ന് പറയാൻ നമ്മുടെ ജിമ്മിൽ പോവാം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വരാം. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫുൾ കോസ്റ്റ്യൂം കാണിച്ചിട്ട് ജസ്റ്റ് എ മിനിറ്റ്. സോ ഐ ആം ഓൾ റെഡി. ലെറ്റ്സ് ഹെഡ് ഹോം. സോ ഇത് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണ്, Victoria's Secret in the Bombshell. So let's spray it up and then just goes over here. That's it. Let's move. I'm late. Let's go, you guys. Chachi, coffee. Okay, rice cake peanut butter. Pre-workout meal guys, pre-workout. എനിക്ക് ക്യാമറയുടെ അവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം, ബിക്കോസ് ഞാൻ മറന്നു പോകുന്നു ആ സൈഡിലോട്ടാണ് നോക്കട്ടെ. സോ ഇറ്റ്സ് ഓൾവേസ് നെസസറി ദാറ്റ് ഐ നീഡ് ടു പുട്ട് സംതിങ് ദേർ. പീനട്ട് ബട്ടറും റൈസ് കേക്കും മറ്റേ ഇത് അല്ല ബനാന ആണെങ്കിലും മതി. So let me get ready, go get my shoes really ready because coach already reached. He will be very upset with me. My shoes.
Let's go, let's go, let's go, let's go. Let's go, let's go, let's go. Water, water. Bye bye. Bye. Good morning. Hello. അപ്പം ഞാൻ കാറിൽ കയറി ഐ എം റൈഡിങ് ടു മൈ ജിം. ഓൾറെഡി കോച്ച് വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ ഹാവ് ടു റൺ, റിയലി റൺ. ആക്ച്വലി റൺ ബേബി റൺ ബൈ ദ വേ. സോ ലെറ്റ്സ് ഹെഡ് ആൻഡ് ലെറ്റ്സ് സീ യു ഗൈസ് ദേർ. ജിമ്മിലെത്തി ഗൈസ്, ജിമ്മിലെത്തി. അമ്മേ ഇവിടെ ആക്ച്വലി ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. So let's see you after the gym. I need me a ride actually. Sister, no good. Let's do it. ചീത്ത വിളിക്കാനാണോ തല്ലി കല്ലാനാണോ? സാമ്പാറുണ്ടാക്കിയെന്ന് തോന്നുന്നല്ലോ. ഇത് ഹായ്, ഒരു ഹായ് പറഞ്ഞു. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, ഹായ് പറഞ്ഞു. ഹായ് ഷായ്ക്കൊരു ഹായ് പറഞ്ഞു. നോനോ പോറ്റ് പോറ്റ് ഒരു മാടി എന്നാ വേണ്ട വേണ്ട മടി 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 മടി. അപ്പൊ പോറ്റ് വെക്കാമല്ലോ നമുക്ക്. അതെ വാ ഇങ്ങോട്ട് എടുക്കുന്നു. Hello guys. Hi. Hello guys. Hi guys. Hi guys. Hi. Welcome to Mama's channel. ഒന്ന് പറഞ്ഞേ ഹായ് ഗൈസ് പറഞ്ഞേ. യൂഷ്വൽ ഞങ്ങളുടെ റുട്ടീനാണ്. വന്ന് ഒരുപാട് സ്നേഹിച്ചിട്ടൊക്കെ നമ്മൾ പോകത്തുള്ളൂ അല്ല കണ്ണ? അല്ല കണ്ണ? ഹായ് ഗൈസ് പറഞ്ഞു.
ഒരു ഹായ് ഗൈസ് ഇവിടെ പറയാം. ഹായ് ഗൈസ്, വെൽക്കം ടു മമ്മാസ് ചാനൽ. അപ്പൊ ഇനി ഒന്ന് നന്നായിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ചെയ്യാം. ചെടിയും കൂടെ കണ്ടോട്ടെ. വെള്ളം ഒഴിക്കണമെന്ന് ഒഴിച്ചായിരുന്നു, പക്ഷെ ചില പ്ലാന്റ്സ് പറയാം. എന്റെ പുറകെ പോരെ. പിന്നെ ഫ്രഷ് ആയിട്ട് ഓക്കെ പോരെ. അപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു, പോസ്റ്റ് വർക്കൗട്ട് മീൽ. അപ്പം എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ മോർണിംഗ് എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. 1 of the 3 ബ്രേക്ക്ഫാസ്റ്റ്. ഈ മുട്ടയും കോഫിയും കൂടെ എടുക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്യൂക്കിംഗ് സെൻസേഷൻസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പം അങ്ങനെ എടുക്കുന്നതാണ് ബെറ്റർ. മുട്ടയുടെ മഞ്ഞ കഴിക്കത്തില്ല, ഉള്ളി വൈറ്റ്.
What is wrong? Can you put this back into this? Hi, good job. Please, can you put it? Booby. Yeah, that's one. ഇനി കുറച്ച് You wanna come with Mama? കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ടി വി ഒക്കെ കണ്ട് പിന്നെ ഈ കുട്ടിനെ പിടിച്ച് അവനെ കുറച്ച് നേരം ഡിസ്റ്റർബൊക്കെ ചെയ്ത് കുറച്ച് നേരം എൻ്റേതായ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഈ കോഫി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് തന്നെ നമ്മുടെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് വരും. സോ ഇതെല്ലാം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പോർഷൻ സൈസ് വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ഈറ്റ് ചെയ്തെന്നൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പം ഞാൻ കോഫിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പുണ്ട് കേട്ടോ. എനിക്ക് ഓൾ ഓഫ് എ സഡൻ എല്ലാം കൂടെ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ പുതിയ മൂവി റിലീസായിട്ടുണ്ടല്ലോ, റെയ്ഡ്, അജയ് ദേവ്ഗൻ്റെ. അപ്പോൾ അതും കണ്ടുകൊണ്ട് ഈനുകുട്ടനെയൊക്കെ കളിപ്പിച്ച് മൂവിയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ബേസിക്കലി സാറ്റർഡേ വളരെ ബോറിംഗ് ആണ്, ഒന്നും തന്നെ ഞാൻ ചെയ്യാറില്ല. ഈനുൻ്റെ ക്ലാസ്സസ് ഉള്ള സമയത്ത് മാത്രം അവനെ കൊണ്ട് സ്വിമ്മിങ്ങിനും സ്കേറ്റിങ്ങിനൊക്കെ കൊണ്ടുപോകും, അല്ലാതെ പക്ഷം ചുമ്മാ ഇരിപ്പ് തന്നെയാണ്. മോർണിംഗ്. അപ്പോൾ ഒരു ബിസി സ്കെഡ്യൂളിന് ശേഷം ഞാനിപ്പോൾ തിരിച്ചു വന്നു വീട്ടിൽ. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 1 പോർഷൻ കഴിഞ്ഞിരിക്കുന്നു, സെക്കൻഡ് പോർഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു, തേർഡ് പോർഷൻ ഓൺ ദ വേ ആണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നോർമലി എല്ലാ വീട്ടിലെ പോലെയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വെരി നോർമലാണ്. ലൈക്ക് രാവിലെ എഴുന്നേൽക്കുക, മൈ ഡെയിലി റുട്ടീൻ. ഞാൻ യൂഷ്വൽ ഡേയ്സിൽ 4:30 ആകുമ്പോൾ എഴുന്നേൽക്കും, 5 ഷാർപ്പ് ജിം, ദെൻ അവിടുന്ന് 6 o'clock തിരിച്ചു വരും, ഷാർപ്പ് 7 ഞാൻ ഹോസ്പിറ്റലിൽ സൈൻ ചെയ്യും. അപ്പം അങ്ങനെയാണ് എൻ്റെ സ്കെഡ്യൂൾ പോകുന്നത്. 3 o'clock അവിടെ നിന്ന് ഇറങ്ങി ഒരു 3:30 ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. മേ ബി ചില ദിവസങ്ങളിൽ കാർഡിയോ പോകും, പക്ഷെ കാർഡിയോ കഴിഞ്ഞ മാസം ഭയങ്കരമായിട്ട് ഞാൻ ബാക്കൗട്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം തൊട്ട് എന്താണേലും കാർഡിയോ പിടിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഡയറ്റും, പിന്നെ ഈ കുട്ടൻ്റെ നോർമലായിട്ടുള്ള അവൻ്റെ റുട്ടീൻസ്, അവനെ പുറത്ത് കൊണ്ടുപോവുക, തിരിച്ചു വരിക, പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, നാളത്തേക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. വെരി നോർമൽ, വെരി ബേസിക് ആയിട്ടുള്ള ഡെയിലി റുട്ടീനാണ് എൻ്റെ. ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ഐ ഹാവ് സം മോർ ടൈം ഫോർ മൈസെൽഫ്. സോ പ്രെയറൊക്കെ കുറച്ച് ലോങ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ ടൈം എടുത്തായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആക്ച്വലി എനിക്ക് പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. സോ ജസ്റ്റ് റിലാക്സ്, വാച്ച് TV, അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ജർമ്മൻ വന്നിട്ടില്ല, ആൾക്ക് ഏതെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് രാവിലെ വരുമ്പോഴായിരിക്കും പറയുന്നത്. സോ അതെനിക്ക് ഉണ്ടാക്കണം. ദെൻ ലഞ്ച് എനിക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഡയറ്റ് ഫുഡാണ്, പക്ഷേ ഐ വിൽ ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു എ വെരി യമ്മി ടേസ്റ്റി ഫുഡ്. പിന്നെ പറയാനുള്ളത്, ഈവനിങ് ബൈ 2 o'clock ഐ നീഡ് ടു ബി ഇൻ വൺ ഓഫ് ദ സ്കൂൾസ് ഹിയർ. ഈവന് സ്കേറ്റിംഗ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അത് അവന് പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് അസസ്മെൻറ്റ് ക്ലാസ്സിൽ അതാണ്. അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണും നമ്മുടെ വീഡിയോയിൽ. സോ പ്ലീസ് ജോയിൻ വിത്ത് മീ ഫോർ മൈ വീഡിയോ. പിന്നെ ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ ഞാൻ നിങ്ങളെ എൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാം. സോ കം വാച്ച് വിത്ത് മീ. താങ്ക് യു. ഹോം ടൂർ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, എനിക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, പിന്നെ റൂംസിൽ കുറച്ചുണ്ട് അങ്ങനെ. അപ്പം എല്ലാ 2 weeks കൂടുമ്പോഴാണ് ഞാൻ അവർക്ക് വാട്ടർ ചെയ്യുന്നത്. അപ്പം ഇന്ന് 1 of the 2 weeks ആണ്. അപ്പം പ്ലാന്റ്സിനെല്ലാം ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ചെയ്ത് കൊടുത്തു. ഇനി നാട്ടിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കസിൻ ഉണ്ട്, ആൾ ചെയ്യും, വന്നിട്ട് 2 weeks കൂടുമ്പോൾ ചെയ്യാൻ പറയണം. ആളാണ് യൂഷ്വലി നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിടുന്നതും നമ്മുടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുന്നതും ഒക്കെ. അപ്പോൾ ആളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാനായിട്ട് എൻ്റെ പ്ലാൻസ് എല്ലാം. ഈ പ്ലാൻസ് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 3 years ആയി. ഈ വീട്ടിലോട്ട് മാറിയപ്പോൾ തൊട്ട് ഈ പ്ലാൻസ് എൻ്റെ അടുത്തുണ്ട്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ചെറിയ കരിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് നമ്മൾ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പം. അങ്ങനെ ആ ഡ്യൂട്ടിയും ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ഒരു ഫ്രണ്ട്സ് വരുന്നുണ്ട്, 2 പേര്. പേരൻസ് ടു ബി, ദ ന്യൂ പേരൻസ് ടു ബി ആണ്. അപ്പം ബീവിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്
ആളിനെ കാണിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് അവരൊക്കെ കുറച്ച് സംസാരിച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കണം, ഇങ്ങനെ പേരൻസ് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് അമ്മമാരാണല്ലോ, അതുകൊണ്ട്. കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ലല്ലോ. ഞാൻ സാമ്പാർ ചേർക്കുന്നതിന് മുമ്പേ ഈ ചാറ് ഇതുകൊണ്ട് എടുത്ത് വെച്ചു. സാമ്പാറിന്റെ പൊടി ചേർത്തതിന് അതിനകത്ത് കുറച്ച് സാമ്പാർ എടുത്ത് ഫസ്റ്റ് ഞാൻ കരുത് പൊട്ടിച്ചിട്ടായിരുന്നു. എരിവ് കൂട്ടി പഠിപ്പിക്കണം എല്ലാവരും. ഞാൻ കൊച്ചി ഒരു 1.5 വയസ്സായുള്ളൂ, അവളും എരിവൊക്കെ കഴിയും. ഇപ്പം ഞാൻ കുറച്ച് സാമ്പാർ കൂടെ കൊണ്ട് ഒഴിച്ച് എരിവോട് കൂടി ഇത് നമ്മൾ എരിവ് കൊടുക്കാതെ വരുമ്പോ പഠിക്കേ. ഫുൾ എടുക്കില്ല, ഉച്ചയ്ക്ക് ആണെന്നില്ല. ഹലോ ഗൈസ് പറഞ്ഞേ, പറ ഹലോ ഗൈസ് പറ. സൈഡിന്റെ അതൊക്കെ കിട്ടുന്നുണ്ട്. ഏത് ഇതോ? അപ്പോഴോ പ്രശ്നം സൈഡ് മാത്രം ആ ചോ അതിന്റെ സൈഡ് മാത്രം. ഷജ്ജി മതി, നീ കുളിക്കാൻ വാ. കുളിക്കാൻ പ്ലീസ്. ഡാഡയും കൂടെ വാ. ഡാഡ ഒന്ന് കളിപ്പിച്ചിട്ട് പോകണം. അതിന്റെ സാധനമാണ്. അവന്റെ കപ്പ് കൊണ്ട് തരുമോ? ഫ്രണ്ടിലത്തെ വാഷ്റൂമിലുണ്ട് കപ്പ്. ഇങ്ങോട്ട് വാ. എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം മതി. ഇറങ്ങി വാ കുളിക്കാൻ. പേടിക്കണ്ട. മഴ 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 മഴയാ. ഓക്കെ മതി വാ. പേടിക്കണ്ട.
ഷാൻ തോത്ത് കഴിഞ്ഞു അതെ സോപ്പ് 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 തോത്ത് 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 ഷാ തോത്ത് ആ നീ കുട്ടിക്ക് സ്കേറ്റിംഗ് ക്ലാസ്സിൽ പോകുന്നതാ സ്കേറ്റിംഗ് ക്ലാസ്സിൽ പോ മമ്മൂട്ടിയ ഇങ്ങനത്തെ മൊമെന്റ്സ് അവിടെ ഉടങ്ങാം കുഴങ്ങിയാലോ നോ നോ വൈ ബട്ട് വൈ എന്തോ അയ്യോ ഉമ്മന്നെ ഉമ്മടാ ഉമ്മടാ അവരാവൂ അവരൂ കോലു വന്നോ ഉച്ചോ തോത്തു വാ ഉറങ്ങാം കം സ്ലീപ്പ് ഷീപ്പ് ബൈ എന്ന് പറ ബൈ സീ യു ഈനുകുട്ടൻ ഉച്ചയ്ക്ക് 1 മണിക്കൂറോളം ഒരു നാപ്പ് എടുക്കും. അതായത് കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കല്ല രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂറോളം. അത് കഴിഞ്ഞ് ആളെഴുന്നേറ്റ് നമുക്ക് പുറത്ത് കുറച്ച് പിള്ളേരുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരു കളിയൊക്കെ കളിച്ച് പിന്നെ ആൾ വന്ന് നമ്മുടെ കൂട്ടത്തിൽ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം വീണ്ടും 1 മണിക്കൂർ നമ്മൾ അവനെ ഉറക്കാറുണ്ട്. പിന്നെ 4 മണി തൊട്ടൊരു 9 മണി 10 മണി വരെ ആൾ ഫുൾ ഓണാണ്. അപ്പം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആൾക്ക് കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ മീൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഫിഷ് അവന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം. പിന്നെ ഓരോ ദിവസം വെറൈറ്റി ഓഫ് റൈസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പാസ്ത എല്ലാം നമ്മൾ മാക്സിമം കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് തന്നെയാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലൈക്ക് പാസ്താസ് ആണെങ്കിൽ ഓർഗാനിക്. ഫിഷ് ഫില്ലറ്റ് ഫിഷാണ് അവനിഷ്ടം. മറ്റേ നമ്മുടെ മത്തി അങ്ങനെയുള്ളതൊക്കെ ആദ്യമൊക്കെ കഴിക്കുമായിരുന്നു. ആദ്യമൊക്കെ സാൽമണും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു അവൻ്റെ ഡയറ്റിൽ. പക്ഷേ ഇപ്പോൾ ആൾക്ക് കഴിക്കാൻ നല്ല മടിയായതുകൊണ്ട് ഫില്ലറ്റ് ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കും. പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നമ്മൾ ഇപ്പം നക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഫില്ലറ്റ് ഫിഷ് കൊടുക്കാറുണ്ട്. ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, കഴിക്കാൻ നല്ല മടിയാണ് ആൾക്ക്.
കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഓർത്തത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുവാന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് നോക്കുന്നത് നിങ്ങളെ ലഞ്ച് കാണിച്ചേക്കാന്ന്. അപ്പോൾ ഇത് കപ്പ ബിരിയാണിയാണ്. അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം കപ്പ ബിരിയാണി എന്ത് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഈനിക്കൂട്ടൻ അപ്പം പറഞ്ഞു, മമ്മ ഞാൻ എൻ്റെ പ്ലേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഷായുടെ അടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ജെർമോനോടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ജെർമോൻ പിന്നെ ഇച്ചിരി ഒത്തൻറ്റിക് ആളാണ്. ലൈക്ക് ആൾക്ക് ഇച്ചിരി നമ്മുടെ ഇച്ചിരി പുളി എരിവ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് തിരിപ്പുണ്ടായിരുന്നു, അതും മറ്റേ കപ്പ ബിരിയാണിയും കൂടെയാണ് ആൾ മിക്സ് ചെയ്ത് കഴിച്ചത്. അത് പക്ഷേ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. ഞാനും ഇടയ്ക്ക് പോയി കൈയിട്ട് വരാറുണ്ട്. പിന്നെ ഈനിക്കുട്ടൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ പെന്നൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ആൾക്ക് ഞാനൊരു പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിൽ ക്രയോൺസും കൊടുക്കും, അല്ലെങ്കിൽ സ്കെച്ചസ് എന്തെങ്കിലും കൊടുത്തിട്ട് ആളെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് വരച്ചെടുപ്പിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് നല്ലൊരു ഉറക്കം, വീണ്ടും ഉറങ്ങി. പിന്നെ ഞാനൊരു 3:34 ആയപ്പോൾ എഴുന്നേറ്റു. ഈനിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. ആ സമയം കൊണ്ട് ഞാനൊന്ന് പോയി ഒന്ന് ഫ്രഷായി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി പുറത്തോട്ട് എത്തിയ പാടെ തന്നെ അവിടെ നിന്നൊരു കരച്ചിൽ കേൾക്കാം, അമ്മാന്നും പറഞ്ഞിട്ട്. ആ ഇപ്പോഴാണോ വിളിച്ചത്? ഷാ കാപ്പി ഹേ കാപ്പി 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 പാൽ വേണോ, കാപ്പി വേണോ, ചായ? ഹലോ ഗൈസ് പറഞ്ഞു. ഹായ് ഗൈസ്, വെൽക്കം ടു മമ്മാസ് ചാനൽ. ഡാഡാ ചീത്ത പറയും മുന്നോ. ഷോയി തിരിച്ചു ആയിക്കോട്ടെ. അയ്യോ കറക്റ്റ് ഒരു 4:35 ഒക്കെ ആയപ്പോഴത്തേക്കും ഈനിക്കുട്ടനും ജുഷാൻ്റെയും കൂടെ കളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് വീടൊന്ന് ഒതുക്കി വെക്കണം, കാരണം എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതൊന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിളക്ക് കത്തിക്കേണ്ട സമയമായി. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്കും വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് ഞാൻ ഫ്രഷനാകാനായിട്ട് കയറി. മുമ്പ് പറ്റിയില്ല, കാരണം ഈനിക്കുട്ടൻ എൻ്റെ അടുത്തൊന്നും മാറുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ അതങ്ങ് പറ്റിയില്ല.
ട്രാവലിംഗ് ആയാലും ആൾക്കാർ വീഡിയോ കണ്ട വീട്ടില് അവൻ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് വേൾഡ് മാപ്പ് വെച്ച് കമ്പയർ ചെയ്ത് സിവിലൈസേഷൻ ഹിസ്റ്ററി പറയുന്ന കേട്ടാ തോന്നുന്നു എന്റെ ഈ ജർമ്മ വരുന്നത് ചെറിയ ഞാൻ ഇവരെയൊക്കെ യൂട്ടിലൈസ് വാ പെട്ടെന്ന് എടുക്ക ഇങ്ങനെയല്ലേ ഇല്ല കാട് നടക്കുക ഓക്കെ ചെറുപ്പം എന്നാ പ്രത്യേകിച്ച് എടുക്കും ഞാൻ ചെറുപ്പം ഫുഡ് കഴിക്കാൻ വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല അമ്മ ഇതാവുന്നിരിക്കും നമ്മൾ അടുത്ത ഗസ്റ്റ് അച്ഛന്റെ വലിയൊരു ആഗ്രഹം സിനിമയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ. അച്ഛൻ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസർ റെഡിയാ, പക്ഷെ നായക മനസ്സിലായിരിക്കും അച്ഛന് കരയുന്ന ഒരു റോള് വേണം, തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും കരയുന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ കുറേ വർത്താനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഈവനിങ് അങ്ങനെ അവസാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.